ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നുള്ളതാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് നാം ഇത് വായിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന ഒരു വലിയ വിലാപത്തെ കാണുകയാണ്. ദീർഘനാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിലാപം, 20 വർഷത്തോളം നീണ്ടുനിന്ന ഒരു വലിയ വിലാപമാണ് നാം കാണുന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം അധിവസിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്ന യഹോവയുടെ പെട്ടകം ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ പിടിപെട്ടുപോയി. ആ പെട്ടകം ഫിലിസ്ത്യർ അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ കൊണ്ടുചെന്ന ഇടങ്ങളിലെല്ലാം അത് അവർക്ക് വലിയൊരു ഭാരമായി തീർന്നു. ആ പെട്ടകം നിമിത്തം അവർ വല്ലാതെ ഭാരപ്പെട്ടു, മരണകരമായ പരിഭ്രമം വരെ ഉണ്ടായി. അതുകൊണ്ട് ആ പെട്ടകം അവർ ഇസ്രായേലിലേക്ക് മടക്കി അയച്ചു. ആ പെട്ടകം കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ 20 വർഷക്കാലം ഇരിക്കുകയാണ്. അങ്ങനെ 20 വർഷക്കാലം പെട്ടകം ഇസ്രായേലിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അവരിൽ നിന്ന് വലിയ വിലാപം ഉയരുകയാണ്. ദൈവം നമ്മിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ ആ സമയത്തെല്ലാം വലിയ വിലാപം നമ്മിൽ നിന്ന് ഉയരുവാൻ ഇടയായിത്തീരും. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബജീവിതങ്ങളിൽ നിന്ന്, സഭയിൽ നിന്ന് ഒക്കെ ഉയരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതത്രേ. അങ്ങനെ 20 വർഷക്കാലം ഈ വലിയ വിലാപം ഉയരുന്നതായ സമയത്ത് ശമൂവേൽ പ്രവാചകനാണ് ഇസ്രായേലിലെ ന്യായപാലനം ചെയ്തു വരുന്നത്. ഇങ്ങനെ ദീർഘനാളുകൾ ഈ വിലാപം ഉയർന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിനെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 1 ശമൂവേൽ 7-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ശമൂവേൽ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. അങ്ങനെയാണെങ്കിൽ യഹോവയായ ദൈവം നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ 1-ാമത്തെ പടിയാണ് ശമൂവേൽ ഇവിടെ പറയുന്നത്. എന്താണത്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയായ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിങ്കലേക്ക് തിരിയുകയും ചെയ്യുക. ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് അടുത്ത് ചെല്ലുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഏകാഗ്രചിത്തതയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനൊരു സത്യം പറയട്ടെ പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് ഏതൊക്കെ വഴിയായി സഞ്ചരിക്കുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സ് പലയിടങ്ങളിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളുമായി ഇടപെടുന്നു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സ് ഏകാഗ്രമാകാതെ പല കാര്യങ്ങളിലും പലയിടങ്ങളിലും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും, ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. അനുഗ്രഹത്തിനുള്ള 2-ാമത്തെ വഴി ഇസ്രായേൽ ചെയ്തതെന്താണ്? 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്നുള്ളതാണ്. ഒന്നിച്ചു കൂടി വരുവാൻ അവർക്ക് സാധിച്ചു. കാരണം അവരുടെ എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്. 20 വർഷക്കാലമായി ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന
വലിയ വിലാപം ഒന്ന് മാറിക്കിട്ടണം. എല്ലാ ദിവസവും കരച്ചിൽ തന്നെയാണ്. വലിയ പ്രയാസമാണിത്. സാധാരണ കരച്ചിലല്ല, വലിയ വിലാപമാണ്, ദീനരോദനമാണ്. ഈ വിലാപം ഒന്ന് മാറിക്കിട്ടണം. അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരികയാണ്. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്നു. ഒരു ദേശത്ത് നിന്നുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്നു. അങ്ങനെ ഇസ്രായേൽ സഭ എല്ലാവരും ഒരുമിച്ച് കൂടി വരികയാണ്. ഇതാണ് അനുഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ പടി. എല്ലാവരും ഒരുമിച്ച് കൂടി വരണം. അവിടെ ഭിന്നതകൾ പാടില്ല, വിദ്വേഷം പാടില്ല, വെറുപ്പുണ്ടാകുവാൻ പാടില്ല, പിണക്കമുണ്ടാകുവാൻ പാടില്ല, അസൂയ ഉണ്ടാകുവാൻ പാടില്ല, വിഭാഗീയതകൾ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ യാതൊരു നിലയിലും ഭിന്നതയില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കണം. അപ്പോഴാണ് അനുഗ്രഹമുണ്ടാവുക. ഇന്ന് ക്രൈസ്തവ ലോകത്ത് എവിടെ നോക്കിയാലും ഈ ഭിന്നത പ്രകടമാണ്. കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ, സഭകളിൽ ഒക്കെ നോക്കുമ്പോൾ ഈ ഭിന്നത ഭയങ്കരമായി കാണുകയാണ്. ഭിന്നതയില്ലാത്ത ഇടങ്ങൾ വളരെ ചുരുക്കമാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഭിന്നതയില്ലാതെ എവിടെ ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുന്നുവോ അവിടെയാണ് അനുഗ്രഹമുള്ളത്. കുടുംബമായിരുന്നാലും സഭകളായിരുന്നാലും എവിടെയൊക്കെ ആയിരുന്നാലും ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഭിന്നതയില്ലാതെ കൂടി വന്നാൽ അവിടെ അനുഗ്രഹം സ്പഷ്ടമായി കാണുവാൻ സാധിക്കും. മൂന്നാമതായി അവർ ചെയ്തതെന്താണ്? അവർ വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം അവർ ഉപവസിച്ചു. ഈ വെള്ളം കാണിക്കുന്നത് ശുദ്ധമായ ദൈവവചനത്തെയാണ്. ദൈവവചനം നമ്മോട് സംസാരിക്കണം. നമ്മുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച്, നമ്മുടെ കുറവുകളെ സംബന്ധിച്ച്, കുറ്റങ്ങളെ സംബന്ധിച്ച് ഒക്കെ ദൈവവചനം നമ്മോട് സംസാരിക്കണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുക. ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി ദൈവസന്നിധിയിൽ ഒഴിച്ചപ്പോൾ അടുത്തതായി അവർ ചെയ്തതെന്താണ്? അവരുടെ പാപം അവർ ഏറ്റുപറഞ്ഞു. 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതും നാം വായിക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വന്നു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവരെ അനുഗ്രഹിക്കുവാനായി തുടങ്ങി. അവർക്കെതിരായി ഫെലിസ്ത്യർ വലിയ പടയൊരുക്കം നടത്തിയപ്പോൾ ഇസ്രായേലിന് വേണ്ടി യഹോവയായ ദൈവം തന്നെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയാണ്. നാം വായിക്കുന്നത്, ഫെലിസ്ത്യ സൈന്യത്തിന് വലിയ ഇടിമുഴക്കം നൽകി അവരെ പരിഭ്രമിപ്പിച്ച് ദൈവം അവരെ മടക്കി അയച്ചു. അന്ന് വലിയ സംഹാരമുണ്ടായി. ഇസ്രായേൽ ഫെലിസ്ത്യരെ അതിഭയങ്കരമായി സംഹരിച്ചു കളഞ്ഞു. ഇസ്രായേലിലേക്ക് പിന്നെ വരാതെ വണ്ണം ദൈവം തന്നെ അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു. ഇസ്രായേലിലെ വിലാപം മാറി. 20 വർഷങ്ങളായി ദീനരോധനം ഉയർന്നിരുന്ന സ്ഥാനത്ത്, 20 വർഷങ്ങളായി പരാജയം അനുഭവിച്ചിരുന്ന സ്ഥാനത്ത്, 20 വർഷങ്ങളായി പ്രതീക്ഷ മങ്ങിയിരുന്ന സ്ഥാനത്ത് ദൈവം ഇസ്രായേലിനെ സഹായിച്ചു, അനുഗ്രഹിച്ചു. വിലാപം മാറി സന്തോഷമായി, നിരാശ മാറി പ്രതീക്ഷയായി. അപ്പോൾ ശമൂവേൽ എന്താണ് ചെയ്തത്? ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടിയിട്ട് എബനേസർ എന്നതിനെ വിളിച്ചു. അർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നുള്ളതത്രേ. ഇത് രാവിലെ ഈ വചനധ്യാനത്തിൻ്റെ സമയത്ത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഇസ്രായേൽ ചെയ്തതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഭിന്നതകളും വിദ്വേഷവും എല്ലാം വെടിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറവുകൾ ഏറ്റുപറയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെ ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, ഓരോ സഭയും വിളിച്ചു പറയട്ടെ, യഹോവ ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. അത് വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. ചുറ്റുപാടും കണ്ടു നിൽക്കുന്ന സമൂഹത്തിന് വലിയൊരു സാക്ഷ്യമായി മാറട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും സഭകളും വ്യക്തികളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ,
ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, ഇസ്രായേൽ ജനം 20 വർഷക്കാലം വലിയ വിലാപം അവരുടെ മധ്യത്തിൽ നിന്ന് ഉയർന്നപ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയത് നിമിത്തം അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അനുഭവിച്ചറിഞ്ഞ് നീണ്ട 20 വർഷക്കാലം അവരിൽ നിന്ന് ദീനരോധന ഉയർന്നപ്പോൾ കർത്താവെ, അവരുടെ പരാജയത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അവരെ സഹായിച്ചതുപോലെ ഇന്ന് രാവിലെ ഞങ്ങളും കർത്താവെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെ പരാജയങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വിലാപങ്ങൾക്ക് ശമനമുണ്ടാകുവാൻ അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഭിന്നതകളും വിദ്വേഷങ്ങളും എല്ലാം വെടിഞ്ഞ് എല്ലാവരും ഒരുപോലെ അവിടുത്തെ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങേ ആരാധിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാം ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുവാൻ, അനേകരുടെ മുൻപാകെ ഒരു വലിയ സാക്ഷ്യമായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു.